പൊളിഞ്ഞു വീണ ഇയാളുടെ കെട്ടിടം നിനക്ക് എപ്പോ ശരിയാക്കി കൊടുക്കാൻ പറ്റും? ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങാം. ഞാൻ ഉറപ്പ് തരിക. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ പണി തുടങ്ങാന്ന മുതലാളി പറയണത്? നാട്ടുകാരെ പറ്റിക്കണ പോലീസുകാരെ പറ്റിക്കാൻ പറ്റുമോ? എന്താടാ ഒരു രഹസ്യം പറച്ചില്? അല്ല, ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കായിരുന്നു. എടാ രാമൻകുട്ടി, 10-20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ എന്റെ വീടിന്റെ പണി നീ തീർത്ത് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. വേണം സാറേ, ഒരാഴ്ച, ഒരൊറ്റ ആഴ്ച, അതിനുള്ളിൽ ഞാൻ വീട് പണി തുടങ്ങിക്കോളാം. ഒരാഴ്ചക്കുള്ളിൽ പണി തീർത്ത് കൊടുക്കണം. വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇല്ല. ആ പൊയ്ക്കോ. ആ നീങ്ങൊന്നേ. മുതലാളിനെ വിളിക്കണ മുതലാളിയല്ല, നീ. നിന്നെയാ? എന്താണ് നിന്റെ പേര്? ചിയാമി. എവിടാ നിന്റെ വീട്? ആ ശരി പൊയ്ക്കോ. ആ പോടാ. ആകപ്പാടെ അത് ചായക്കുള്ള കാശോളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. അവിടെ 2 ചിക്കനും 3 ചപ്പാത്തി. ഓക്കെ ശരി. ഇട നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എടാ ഞാൻ ഉണ്ണി, 1ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ. നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ വെച്ചിട്ട് 10 വർഷമായില്ലേ? അത് പിന്നെ എനിക്കറിയാലോ. ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെ? ഞാനൊരു കോൺട്രാക്ട്. ഐ എം മുണ്ടി ഫ്രം ചിക്കാഗോ. എവിടെയാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടല്ലേ? സന്തോഷം. എവിടെയോ കാണാൻ വഴിയില്ല. ഐ എം ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. സന്തോഷായി. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത് അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക്. അതൊക്കെ ഇങ്ങോട്ട് ഇറക്കടാ. എന്താ വേണ്ടത്? മാറി നിൽക്കട്ടെ. എന്താ ഇവിടെ? നിന്റെ ചേട്ടൻ രാമൻകുട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപയുടെ കണക്ക് ചോദിക്കാൻ വന്നതാ. മുതല് കിട്ടിയില്ലെങ്കിൽ പലിശയെങ്കിലും കിട്ടണമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ പൊറുക്കാൻ പോവാ. കൂട്ടിന് നിന്നെ പോലൊരു കിളിന്നുള്ളത് സുഖം തന്നെയല്ലേ? വാ. ചൂടാകാതെ പെണ്ണേ, ഇവിടെ എനിക്ക് ബോറടിക്കുന്ന ഞാൻ വിചാരിച്ചെ. ഇപ്പൊ അതും മാറി. തൊട്ട് തലോടിയിരിക്കാൻ നിന്നെ പോലൊരു പെണ്ണുണ്ടല്ലോ. അങ്ങോട്ട് മാറിക്കളെ. അമ്മേ, എന്തു പറ്റി?
എന്റെ പെങ്ങളെ പിടിക്കുമല്ലേ നിന്റെ കൈ ഞാൻ വെട്ടും. ഇനിയും പിടിക്കൂടാ. അത്രയ്ക്ക് ആണത്തോളവനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് കാണാം. ഛി, പട്ടി. നാളെ സൂര്യ ഉദിക്കുമെങ്കിൽ നിന്നോട് വാങ്ങിയ പണവും പലിശ ഞാൻ തന്നിരിക്കും. എന്റെ പേര് രാമകുട്ടനാണെങ്കിൽ മാറിക്കടാ. മുതലാളി നാളെ നമ്മൾ കാശിന് കൊടുക്കും. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? 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 പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ. ഈശ്വര, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. എങ്ങനെയാ മോനെ നമ്മൾ ഇന്ന് ആ കാശ് കൊടുക്കുക? എനിക്കൊന്നും അറിയില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ഇന്നാ പണം, ഇത് അവനുണ്ട് കൊടുക്കുക. സത്യം പറയടാ, ഈ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ചെയ്യാമി മോഷ്ടിക്കില്ലെന്ന് മുതലാളിക്ക് അറിയാലോ. പിന്നെ രക്ഷകൻ തന്നതാ. രക്ഷകനോ? അതെ, ഇനി ഒന്നും ആലോചിക്കണ്ട. അവന്റെ മുമ്പിൽ മുതലാളി കൊച്ചാവാൻ പാടില്ല. ഈ പണം അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് മുതലാളി അവനോട് 4 വർത്താനം പറ. ആ നീയായിരുന്നോ? കള്ളനോ? നീ സ്വപ്നം കണ്ടായിരിക്കും. അവിടെ അല്ല, ഇവിടെ. ആരാടാ ഈ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത്? നമ്മള് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും. വണ്ടി ഇടിച്ചു വന്നാ പിന്നെ കാശ് കൊടുക്കണ്ടല്ല. മണ്ടത്തരം പറയാതടാ. ഇവളായിരുന്നോ? രാമേട്ടാ, ഐ എം സോറി. അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. തൽക്കാലം ഞങ്ങളുടെ ഇപ്പൊ മാപ്പ് സ്റ്റോക്ക് ഇല്ല. ഉണ്ടായതൊരെണ്ണം വരുന്നവയ്ക്ക് ഒരാൾക്ക് കൊടുത്ത് ഇനി സ്റ്റോക്ക് വരുമ്പോ തരാം. ഇല്ല മുതലാളി? വണ്ടി എടുത്ത് മാറ്റി. രാമേട്ടൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കോളാം. വണ്ടി എടുത്ത് മാറ്റുവണ്ണേ. മേൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. രാമേട്ടനെ കൊണ്ട് ക്ഷമിച്ചെന്ന് ഞാൻ പറയിപ്പിക്കും. മായയാണ് ഈ പറയുന്നത്. ഓടി വേണേ, വണ്ടി കയറാം. ഈ കാറ്റഗറി പെട്ടതിനൊന്നും വീട്ടിൽ അന്വേഷിക്കാറില്ലേ മുതലാളി? വണ്ടി എന്തായി? ജോസഫ് സാർ എത്തിയിട്ടില്ല. അയാൾ വരാതെ ചെക്ക് തരാൻ ഒക്കില്ലെന്നാ പറയുന്നത്. നമുക്ക് സൈറ്റിൽ പൊക്കെ ഞാനില്ല. അടുത്താഴ്ച തരാന്ന് പറഞ്ഞ് 50,000 രൂപ വാങ്ങിച്ച ദേവസിക്കുട്ടി. മാലിപ്പുറത്ത് ഫ്ലാറ്റ് പണിയാൻ സിമന്റ് വാങ്ങിച്ച വകയിൽ 75,000 കൊടുക്കാനുള്ള സിമന്റ് ഹംസ. കഴിഞ്ഞ ഓണത്തിന് ഒരാൾക്ക് ബാറ്റഗിറ്റ് അലവൻസ് ബോണസ് അടക്കം കൊടുക്കാൻ വേണ്ടി 25,000 രൂപ വാങ്ങിച്ച ബാലേട്ടൻ.
പിന്നെ ചിട്ടിക്കായും അല്ലറയില്ലറ കടങ്ങൾക്കായും കാശ് വാങ്ങിച്ച 10-15 പേര് വേറെ. ഇവരെല്ലാവരും അടക്കം 10-20 പേര് ക്യാഷും കൊണ്ട് മുതലാളി ചെല്ലുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൈറ്റിൽ. അതുകൊണ്ട് ഇപ്പൊ പോകുന്നത് ഉചിതമല്ല. ഇതവനല്ലേ? അതെ, അവൻ തന്നെ, മറ്റവൻ. എന്താ എന്താന്ന്? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, പോടാ. എടാ, പൊക്കളാൻ പറഞ്ഞില്ലെന്ന്. രാമൻകുട്ടി ചേട്ടാ! ചെല്ലുമ്പം കാലെ പിടിച്ച് വലിക്കും. എന്താ? രാമൻകുട്ടി ചേട്ടനെ എന്നെ രക്ഷിക്കണം. മുതലാളി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അവന് കരയാതെ കാര്യം പറയടാ. എന്നെ രക്ഷിക്കാവും ചേട്ടൻ ആദ്യം വാക്കുതാ. കാര്യം പറയാതെ എങ്ങനെയാണ് വാക്ക് തരുന്നത്? ആദ്യം വാക്കുതാ. നീ മോന്താന്റെ കാര്യം പറയടാ. പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് രാമൻകുട്ടി ചേട്ടൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നിപ്പിക്കാൻ മുതലാളി എന്താണ് മാമേ? വാച്ച് കേട്ടാതെ കാര്യം പറയടാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളോ? അത് അവക്ക് എങ്ങനെയാ? അവക്കും ഇഷ്ടം. പിന്നെന്താ പ്രശ്നം? പോയി കെട്ടി തൂങ്ങി ചാവട. കെട്ടി സുഖിക്ക്. അവിടെ ചെറിയൊരു പ്രശ്നം. എവിടെ? അവക്കൊരു ചേട്ടനുണ്ട്, അയാളാ പ്രശ്നം. അവനത് തെണ്ടിയാടാ. ഇതെന്താ ഇവൻ ഇത്ര പെട്ടെന്ന് ഊമയായ? ഒന്നിനു വേണ പിന്നെ മുതലാളിയാ? തെണ്ടി നിന്നെ ഞാൻ. നീ എന്നാ പറഞ്ഞേ? മാണിക്യമംഗലത്ത് രാമൻകുട്ടിയുടെ പെങ്ങൾക്ക് നിന്നോട് പ്രേമമാണെന്നോ? എടാ, അവൾ എന്റെ പെങ്ങളാ. എനിക്ക് അവൻ നന്നായിട്ട് അറിയാം. അവളെ വിളിച്ച് ഞാൻ ചോദിക്കാൻ പോവാ, നിന്നോട് ഇഷ്ടമാണോന്ന്. ഇഷ്ടമല്ലെന്നാറ്റ അവളൊരു വാക്ക് പറഞ്ഞ കള്ളപ്പന്നി. ജീവനോടെ നിന്നെ കുഴിച്ചു പോടാ ഇവിടെ. ഒന്ന് ചവിട്ടണേ, രണ്ടാളിറങ്ങാനുണ്ട്. ആ ചന്ത കാളറുക മുതലാളിക്ക് അറിയാമോ? കോടീശ്വരനല്ലേ അവൻ, കോടീശ്വരൻ. കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടൊക്കെ കൊണ്ടുവന്നെ ആരാന്നറിയാമോ? അണ്ണോടി പാട്ടിയല്ലേ കൊണ്ടുവന്നത്. അത്രയ്ക്ക് കാശുകാരാണ്. പിന്നെ അച്ഛൻ അബ്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ 3 ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിലുണ്ടായിരുന്നു. എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മോലാളി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടാണ്. കൊറേ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെയാ അവന്റെ വീട്? അതാ ഞാനും നോക്കണത്. അപ്പൊ കുറച്ച് നടന്നാൽ മതി, ഇപ്പൊ എത്തും. മാമോലാളി കുറച്ചു നടന്നാൽ ശബരിമല എത്തും. യോ, എന്തൊരു മായ. മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് ഇക്കോട്ടിത്തെ മെസ്മറീസോ? ഇങ്ങനെ നോക്കരുത് മോലാളി. ഒരു മിനിറ്റ്. അയ്യോ, സോറി ചേട്ടാ. ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെ? ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലല്ല, വെറും ഉണ്ണികൃഷ്ണൻ. എന്താ? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ, എന്തെങ്കിലും ഒരു ക്ലൂ താടോ. കുളു തരാനായിട്ട് 10 പൈസ കയ്യിൽ. അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാല് ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ഭ്രാന്തുണ്ടോ? അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. പോടോ. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട, അല്ല മുതലാളി. പോരാ, എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അറിയോടാ? എനിക്കറിയില്ല. വിളിച്ചോണ്ട് വന്നത് മുതലാളി, അളിയൻ, മുതലാളി, അളിയൻ, അളിയാ, അളിയാ, ഞങ്ങളുടെ അളിയാ, ഓടുന്ന അളിയാ, വീഴും. അളിയാ, നിൽക്കവിടെ. അയ്യോ, അയ്യോ, അളിയാ, നിക്കളിയാ. ഒടുക്കത്തെ വഴി. അയ്യോ, നീ ഒറ്റ ഒരുത്തനെല്ലാം കാരണക്കാരൻ. ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നോ? അപ്പൊ അത് മുതലാളിക്കാവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേത് ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ, ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നല്ലേ. നിന്നെയും കാര്യത്തിൽ ഒന്ന് കാണാൻ വന്നല്ലേടാ.
നേരോ നേരാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടാ. അവളെ ഞാൻ അന്വേഷിക്കാറുണ്ടോടാ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരമുള്ളൂ. പരമനല്ല രാമൻ. ആ രാമന്റെ. അവക്ക് സുഖമല്ലേടാ? ഓ പിന്നെ അവക്ക് പരമ സുഖല്ലേ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ അമ്മോ! പ്രശ്നം 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 പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സോൾവ്ഡ്. പോവാ മുതലാളി. വാ. എന്തൊരു ആത്മാർത്ഥത. കേറ് മുതലാളി. കേരടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനല്ലേ? അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും നിൽക്കരുത് പറഞ്ഞു. എനിക്കറിയില്ല. അളിയന്മാരെ പോട്ടെ. ഓക്കേ. മുതലാളി മുതലാളി അവൻ പോണു മുതലാളി. മുതലാളി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാരമില്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സമ്മതിച്ചു. വാ. അതല്ല, അതിന്റെ നമ്പറാണോ? നീ വാ. അറിയോ, കവിച്ചു വെച്ചാ പോരെ. മുതലാളി നീ ഒരു ബാൻഡ് സെറ്റുകാരി. അല്ലടാ, അത് വാച്ച്മാനാ. വാച്ച്മാനല്ല, വാച്ച്മാൻ ഈ പെണ്ണല്ലേ? അവിടെ ഇരുന്നോ. നീ അങ്ങോട്ട് പോ. വേണ്ട, ഞാൻ ഇങ്ങോട്ട് പോവാം. ആരെങ്കിലും ഒന്ന് ഓടി വാ. ഒരു കള്ളൻ കയറിയിട്ടുണ്ട്. ആരാ? വനിതയല്ലേ സെക്യൂരിറ്റി? ആരെ കാണുന്നില്ല. എനിക്ക് പേടിയാവും. ഞാൻ പോവാ. എന്റെ പെങ്ങൾ നിന്റെ ഭാര്യയോ അതവിടുത്തെ വേലക്കാരത്തിയോ? പാടോ പുല്ല്, പാടോ പാടോ. ചേട്ടാ വിട്, വിടാൻ. രാമേട്ട ഞാൻ പറയാം. ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം ഞാൻ പറയാം. ഈ മുതലാളി ഏത് ഗോഡൌണിലേക്ക് പോയാവോ? എടാ പുറത്തിറങ്ങണ്ടെന്ന് വെച്ച് സമ്മതിക്കും. ആരാ ജനല് തുറന്നത്? ആരും കാറ്റായിരിക്കും. എല്ലാം ഞങ്ങളുടെ വിധിയ. ഇപ്പൊ രാമേട്ട ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ആരെങ്കിലും കണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി ജീവിക്കാൻ പറ്റില്ല. രാമേട്ട വരൂ. കണ്ടോ? കണ്ടില്ല. ഓ രക്ഷപ്പെട്ട്. എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കടാ. അമ്പടാ. ഇതിലില്ലേ? എടാ നിന്റെ കയ്യിൽ കിട്ടൂടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ? എടാ നമ്മുടെ വീട്ടിനകത്തൊരു കള്ളൻ കയറി. ആണോ? ആ നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവലമൊക്കെല്ലേ? നോക്കിയോ നോക്കിയോ. ചെല്ലു. വെട്ടി അരിഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. 2 പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. എന്തിന് ഭയം? ഉജാലയുടെ മണം. നീ വേഗം പൊയ്ക്കോ. ഇവിടെ മുതലാളി ഇതിനകത്തുണ്ട്. മുതലാളി ഞാൻ പറഞ്ഞു വിട്ടോളാം. നീ ചെല്ല്. കൊത്തി കൊത്തി അരിയിക്കാൻ. എന്താ? ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ?